അങ്ങനെ ബാങ്കോക്കിലെയും പട്ടായയിലെയും ഒരു ഓട്ടം കഴിഞ്ഞിട്ട് ഇനി ഒരു 3 ദിവസം ഫുക്കറ്റിൽ ചില്ല് ചെയ്യാൻ പോവാണ്. ഇന്ന് പട്ടായയിൽ നിന്ന് ബസ് പിടിച്ച് ബാങ്കോക്ക് എത്തണം, അവിടുന്ന് ഫ്ലൈറ്റിൽ ഫുക്കറ്റ്. ഹോട്ടലിൽ നിന്ന് ക്യാബ് എടുത്ത് നമ്മൾ ഇതേ ജോംറ്റിയൻ ബസ് സ്റ്റേഷനിൽ എത്തി. ഈ ബസ്സിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടുന്ന് ഓരോ ഇന്റർവെല്ലിലും എയർപോർട്ടിലേക്ക് ബസ് കാണും. അങ്ങനെ വലിയ ബസ്സിൽ കയറാൻ പറ്റിയില്ല എന്നുള്ള വിഷമമൊന്നും മാറിക്കിട്ടി. ഫ്ലൈറ്റിന്റെ കാര്യമായതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ChatGPT പറഞ്ഞത് അവിടെ ചെന്നാൽ ഇതിലും ചീപ്പായിട്ട് കിട്ടുമെന്ന്. എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റും സ്റ്റേയും ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ വന്നിട്ടാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ChatGPT പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ നോക്കിയ പ്രൈസിനേക്കാളും ഭയങ്കര ചീപ്പായിട്ടായിരുന്നു നമുക്ക് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയത്. പട്ടായ ഇന്ന് 10:10 ബസ് എടുത്തത്. ഏകദേശം ഒരു 12:15 ആകുമ്പോഴത്തേക്കും അവിടെ എത്തും. ഒരു 2 മണിക്കൂറാണ് ട്രാവലിംഗ് ടൈം ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ഓഫ് സീസൺ ടൈമിലാണ് തായ്ലൻഡിൽ എത്തിയേക്കുന്നത്. ഈ ഒരു ടൈമിൽ നോർമലി നല്ല മഴയായിരിക്കും, അത് കാരണം ടൂറിസ്റ്റുകൾ കുറവായിരിക്കും. പക്ഷെ ഞങ്ങൾ ബാങ്കോക്കിൽ ലാൻഡ് ചെയ്ത ദിവസം തൊട്ട് നല്ല വെയിലാണ്. അങ്ങനെ ഒരു 12:30 ആയപ്പോൾ നമ്മളത് സുവർണഭൂമി എയർപോർട്ടിൽ എത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പട്ടായയിൽ നിന്ന് തിരിച്ച് ബാങ്കോക്കിലെത്തി അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കുകയാണ്. നാട്ടിൽ നിന്ന് ഫസ്റ്റ് ഡേ വന്നിറങ്ങിയത് DMK എയർപോർട്ടിലായിരുന്നു. ബാങ്കോക്കിൽ 2 എയർപോർട്ടാണ് ഉള്ളത്, ഒന്ന് DMKയും ഒന്ന് സുവർണഭൂമി. സുവർണഭൂമി ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു എയർപോർട്ടാണ്. DMK വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വലുതാണ്. ശരിക്കും പറഞ്ഞാൽ DMK ആയിരുന്നു കുറച്ചുകൂടി ഫുക്കറ്റിലോട്ട് പോകാൻ അടുത്ത്. പിന്നെ വലിയ റേറ്റ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് സുവർണഭൂമി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. 4:55 ഫ്ലൈറ്റ്. 6:30 ആകുമ്പോൾ ഫുക്കറ്റ് എത്തും. അങ്ങനെ ഫൈനലി ഇതേ ഫുക്കറ്റ് എത്തി. എയർപോർട്ട് ടാക്സി ചോദിച്ചപ്പോഴത്തേക്ക് നല്ല റേറ്റ് ആയിരുന്നു. പത്തോങ്ങിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടേക്ക് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് പുറത്ത് നിന്നപ്പോഴാണ് 100 ബാത്തിന് പത്തോങ് വരെ പോകുന്ന ഈ ട്രാവലർ ഞാൻ കണ്ടത്. അങ്ങനെ ലഗേജും കയറ്റി ലഗേജിൻ്റെ കൂടെ ഞാനും കയറി. ഈ ഒരു റൈഡ് അടിപൊളിയായിരുന്നു. കൂടെ ഉള്ളവരെല്ലാം ഫോറിനേഴ്സാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ടിലുള്ള ഒരു മനുഷ്യൻ പരിചയപ്പെടാൻ വന്നു. പുള്ളി കേരളത്തിനെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇത്രയും സീനിക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ വെക്കേഷന് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നായി പുള്ളിയുടെ ചോദ്യം. ആള് ഫ്രാൻസിൽ നിന്നാണ് വന്നേക്കുന്നത്. അങ്ങനെ അവിടെ എത്തുന്നത് വരെ ഒരു കമ്പനി കിട്ടി. പട്ടായും ബാങ്കോക്കും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡെവലപ്മെന്റ് കുറഞ്ഞ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫുക്കറ്റ് തോന്നിയത്. അങ്ങനെ ബസ് ഇറങ്ങി അടുത്ത ക്യാബ് എടുത്ത് ഹോട്ടലിലേക്ക് വിട്ടു. പത്തോങ് ബീച്ചിന് അടുത്തുള്ള ഓഷ്യൻ വ്യൂ ഹോട്ടലിലാണ് നമ്മുടെ സ്റ്റേ. ഫുക്കറ്റിൽ ക്യാബ് എടുക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 2 വീലർ റെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഹോട്ടലിലേക്ക് എത്തിപ്പെടാൻ ഞങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഹോട്ടലും സ്ഥലവും അത്ര അങ്ങോട്ട് സേഫായിട്ട് തോന്നിയിട്ടില്ല. റൂമൊക്കെ ഓക്കെ ആണ്, പക്ഷെ ആകെ ഒരു സൈലൻസ് ആയിരുന്നു ചുറ്റും. ഈ ഒരു ഹോട്ടലിൽ വേറെ റൂംസിലൊന്നും അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി പൂളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞ് പോയതാണ്. ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അത്ര സേഫായിട്ട് തോന്നാത്തതുകൊണ്ടും ബാക്കി ചെക്കിങ് നാളെ ആക്കാമെന്ന് കരുതി. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ഞാനിപ്പോൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്നൊന്ന് കാണാമെന്നും പറഞ്ഞ് ഇറങ്ങി. രാവിലത്തെ വ്യൂ കണ്ടപ്പോഴത്തേക്കാണ് ഒരു സമാധാനമായത്. പക്ഷെ രാവിലെ ആയിട്ടും ഞാൻ അങ്ങനെ വേറെ റൂമിലെ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു 3 സ്റ്റാർ ഹോട്ടലാണിത്. ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തത് കൊണ്ട് ഫുക്കറ്റിൻ്റെ ഒരു വ്യൂ ഒന്നും കണ്ടിട്ടില്ല. ഇന്ന് മോർണിംഗ് ആണ് ഫുക്കറ്റിൻ്റെ ഒരു റിയൽ വ്യൂ കിട്ടുന്നത്.
ഇവിടെ അത്യാവശ്യം മിനിമലായിട്ട് വേണ്ട എക്വിപ്മെൻറ്റ്സും ഡംബിൾസും ഒക്കെ ഉണ്ട്. എനിക്ക് മനസ്സിലാകാത്തൊരു സാധനം ഇതാണ്. ഇവിടെ അത്യാവശ്യം പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടോപ്പിലായിട്ടൊരു ഷോപ്പ് ഹൗസുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മേ ബി സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും, പക്ഷെ നോക്കുമ്പോഴത്തേക്ക് സ്വിമ്മിങ് മാത്രമല്ല, അതായത് ബീച്ചിൽ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേക്ക് ക്യാപ്പും പിന്നെ എന്താ പറയുക ഡ്രസ്സ്, അങ്ങനെ ബീച്ച് വെയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ അങ്ങോട്ട് കയറി നോക്കാൻ പറ്റിയിട്ടില്ല. ഇവരൊരു ബേസിക് ബ്രേക്ക്ഫാസ്റ്റാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സൂപ്പ്, ബ്രെഡ്, സോസേജ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇന്ന് ഫുക്കറ്റിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് ലോക്കൽ സൈറ്റ് സീയിങ് ആണ്. തായ്ലൻഡിൽ വന്നിട്ട് മോൾസ് ഒന്നും ഇതുവരെ കാണാത്തതുകൊണ്ട് ഇന്ന് ഒരു മോൾ കാണാൻ പോയേക്കാമെന്ന് കരുതി. അത് കാരണം സെൻട്രൽ ഫുക്കറ്റ് മോളിലേക്കാണ് പോകുന്നത്. മദർ ക്വീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോൾസിലും എല്ലാം ഡെക്കറേഷൻസ് കാണാം. അതിൻ്റെ അങ്ങനെ മോളൊക്കെ കണ്ടു കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ തിരിച്ചിറങ്ങിയ സമയത്ത് റോഡൊക്കെ നല്ല ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് വന്നതൊരു വാനായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിൽ നല്ല രസമാണ് കാണാതെ, നല്ല രീതിയിൽ അവർ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇനി ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ പത്തോങ് ബീച്ചാണ്. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ് പോലെ ഇവിടെയും ഒരുപാട് കാണാനുണ്ട്. Where the neon glows, every block tells a tale the whole city knows. Rhythms in the shadows where the cold wind blows. Life's a gamble on these streets, anything goes. Boom bap echoes through the alleys at night. Soulful samples lift the darkness to light. Deep kicks pounds like a heartbeat fight. These gritty vibes ഓരോ ബാറിന്റെ ഫ്രണ്ടിൽ ഓഫേഴ്സുമായിട്ട് ആൾക്കാർ നിൽപ്പുണ്ട്. പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റിനെക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതും സേഫായിട്ട് തോന്നിയത് ഇവിടാണ്. അത്രയും ക്രൗഡില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ ഫുൾ വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും. See you in the next video. Bye bye.